പുതുവൈപ്പിനിൽ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ IOC തീരുമാനം. ബുധനാഴ്ച മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം ഇന്ന് വൈപ്പിനിൽ നാട്ടുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി നാട്ടുകാർ IOC പ്ലാന്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. സംഘർഷത്തെ തുടർന്ന് നാളെ വൈപ്പിനിൽ പ്രാദേശിക ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിബി ജോസഫ് ചേരുന്നു. സിബി, സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. എന്താണ് നിലവിലെ തീരുമാനം? മരുൺ, പുതുവൈപ്പിന് ഇപ്പോൾ സംഘർഷാവസ്ഥ ഇപ്പോൾ നിലവിൽ മയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഈ മാസം 21-ന് ഈ പ്രതിഷേധക്കാരും അതുപോലെ തന്നെ IOC അധികൃതരുമായി ചർച്ച നടത്താമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് പുതുവൈപ്പിനിലെ സംഘർഷാവസ്ഥ അവസാനിച്ചത്. രാവിലെ 10 മണിയോടെ സമരക്കാർ ഈ പുതുവൈപ്പിനിലെ പുതിയ പ്ലാന്റിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. തുടർന്ന് പോലീസുകാരുമായി ഉന്തുതള്ളുണ്ടാകുകയും തുടർന്ന് പോലീസ് ലാത്തി വീശുകയുമായിരുന്നു. ഇതിൽ നിരവധി പ്രതിഷേധക്കാർക്കും അതുപോലെ 10ഓളം പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു അല്പസമയം വളരെ സംഘർഷാവസ്ഥയായിരുന്നു. എങ്കിലും പിന്നീട് ആ സംഘർഷാവസ്ഥ മയപ്പെടുകയും പ്രതിഷേധക്കാർ അവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് നിരവധി പ്രാദേശിക നേതാക്കൾ സ്ഥലത്തെത്തുകയും പിന്നീടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 21-ന് പ്രശ്നപരിഹാരത്തിന് യോഗം വിളിച്ചതായി അറിയിക്കുകയും ചെയ്തത്. ഇതോടെ ഈ പ്രതിഷേധക്കാർ സ്വയം അറസ്റ്റ് കൈവരിച്ചുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇവിടെ നിലവിൽ സംഘർഷാവസ്ഥയില്ല. അതോടൊപ്പം തന്നെ ഈ ബുധനാഴ്ച മുഖ്യമന്ത്രി യോഗം നടക്കുന്ന ദിവസം വരെ പ്ലാന്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകില്ലെന്ന് IOC അധികൃതർ ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം MLA ശർമ്മയും ഇക്കാര്യം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്ഥലത്ത് സംഘർഷാവസ്ഥയില്ല. ഈ മാസം 21-ന് പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലവിൽ നിർത്തിവെച്ചിട്ടുണ്ടോ? നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാസമായി ഇവിടെ പ്രദേശവാസികളും പ്രതിഷേധക്കാരും അനിശ്ചിതകാലമായി സമരത്തിലാണ്. ഈ 4 മാസമായും ഇടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാഗികമായി നടന്നു വന്നിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് എത്തിയോണ്ട് മാത്രമായി ഇന്നലെ പ്രതിഷേധക്കാർ സമരം നടത്തിയിരുന്നില്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ സമരം നടന്നിരുന്നു. ഇടയ്ക്ക് ഹൈക്കോടതി ഉത്തരവും കേന്ദ്ര ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവും വരുന്നവരെ കാത്തിരിക്കാമെന്ന് മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് ഉറപ്പ് നൽകിയ തുടർന്ന് ഇവർ ഇടയ്ക്ക് സമരം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ വീണ്ടും അവർ ഇന്ന് പ്രതിഷേധക്കാർ സമരവുമായി വരികയും പ്ലാന്റ് നിർമ്മാണത്തിലേക്ക് തൊഴിലാളികൾ എത്തിയപ്പോഴാണ് ഈ പ്ലാന്റിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതോടെയാണ് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചത്. എന്നാൽ ഇവർ ആദ്യം വഴങ്ങിയില്ല. പിന്നീട് ഇവർ കൂടുതൽ ശക്തരായിക്കൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും അടക്കം കൂടുതൽ പേർ ഈ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് പ്ലാന്റിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസിന് ലാത്തി വീശേണ്ടി വന്നത്. ഇതോടെയാണ് ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥയില്ല. ഇപ്പോൾ IOC അധികൃതരും പ്ലാന്റ് നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. ഇനി ബുധനാഴ്ച മുഖ്യമന്ത്രി അധ്യക്ഷത ചെയ്യുന്ന യോഗത്തിന് ശേഷം മാത്രമേ തുടർ സമരവുമായി പ്രതിഷേധക്കാരും പോവുകയുള്ളൂ എന്ന കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് നിർമ്മാണവും അതിനുശേഷമേ ഉണ്ടാകുകയുള്ളൂ. വരും. സിബി ജോസഫ്, കൊച്ചിയിൽ നിന്ന്. ജൂലൈ 1 മുതൽ GST നടപ്പാക്കുന്നതിന് കേന്ദ്രം സജ്ജമല്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. എന്നാൽ സംസ്ഥാനത്തെ GST IT നെറ്റ്വർക്ക് പൂർണ്ണ സജ്ജമാണ്. ഈ സാഹചര്യത്തിൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് GST നടപ്പാക്കുന്നത് ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. ലോട്ടറിയുടെ നികുതി കാര്യവും ചർച്ചയാകും. അടുത്ത മാസം 1 മുതൽ ചരക്ക് സേവന നികുതി നടപ്പിലാക്കാൻ കേരളം പൂർണ്ണമായും സജ്ജമാണെങ്കിലും കേന്ദ്രത്തിന്റെ തയ്യാറെടുപ്പുകൾ അപൂർണമെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് അറിയിച്ചത്. നമ്മുടെ IT സംവിധാനം പൂർണ്ണമായും കാര്യക്ഷമമാണ്. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ GSTN സംവിധാനം വേണ്ടത്ര തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ബാങ്കുകളും വിമാന കമ്പനികളും ചരക്ക് സേവന നികുതി നടപ്പിലാക്കാൻ പൂർണ്ണമായും സജ്ജമായിട്ടില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചരക്കുകളുടെ നീക്കം മനസ്സിലാക്കാനാകുന്ന ഇ-വേ ബിൽ സംവിധാനം നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററുമായി ബന്ധിപ്പിച്ചിട്ടില്ല. ഇതിന് 3 മാസമെങ്കിലും സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. അതുവരെ ചെക്ക് പോസ്റ്റുകൾ തുടരാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ GST ശൃംഖല ചെയർമാൻ നവീൻ കുമാറിനെ പുറത്താക്കണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടു. GST അബാധകളില്ലാതെ നടപ്പാക്കാൻ പ്രധാനമന്ത്രി പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ചൂണ്ടിക്കാട്ടി. ലോട്ടറിയുടെ മുഖവിലയ്ക്ക് പരമാവധി നികുതിയായ 28% നികുതി ചുമത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. നിർദ്ദിഷ്ട 18% നിന്ന് ഉപയോഗമില്ലാത്ത പ്ലാസ്റ്റിക്കിന് നികുതി ഒഴിവാക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടു. ഇതടക്കം തർക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ നികുതിയും പുനഃക്രമീകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചാമ്പ്യൻസ് ട്രോഫി സ്വപ്ന ഫൈനലിന് തുടക്കമാവുന്നു.
ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു എന്ന ഏറ്റവും പുതിയ വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. മനു എം നായർ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നു. മനു, എങ്ങനെയാണ് ഒരു ടീം ലൈനപ്പ്? ഇരു ടീമുകളിലും വന്ന ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോഹ്ലി എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? ടോസ് നേടിയിട്ടും ബൗളിങ്ങിന് പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ച സാഹചര്യം കൂടി. തീർച്ചയായിട്ടും അരുൺ, കഴിഞ്ഞ സെമിഫൈനൽ മത്സരത്തിലെ അതേ ടീമിനെ തന്നെയാണ് ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, വിരാട് കോഹ്ലി, യുവരാജ് സിംഗ്, MS ധോണി, കേദാർ ജാദവ്, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അശ്വിൻ, ഭുവനേശ്വർ കുമാർ, ബുംറ എന്നിങ്ങനെയാണ് ഇന്ത്യൻ ടീമിന്റെ ലൈനപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഈ മിക്ക മത്സരങ്ങളിലും ഇന്ത്യ രണ്ടാമത് പിന്തുടർന്ന് ജയിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ ഒരു സാഹചര്യങ്ങളും മാത്രമല്ല, നിലവിലെ രണ്ടാമതേക്ക് ബാറ്റിംഗ് എത്തുമ്പോൾ പിച്ച് കുറച്ചുകൂടി ബാറ്റിങ്ങിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം വിരാട് കോഹ്ലി വീണ്ടും ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫൈനലിൽ എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ അതുകൊണ്ട് തന്നെ ബൗളിങ്ങിന് അയക്കുകയായിരുന്നു. മത്സരം ഇപ്പോൾ ഏകദേശം 4 പന്തുകൾ പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു ആവേശത്തോടെ തന്നെയാണ് ഈ ഒരു മത്സരത്തിനെ, പ്രത്യേകിച്ചും കെൻസിംഗ്ടൺ ഓവലിൽ തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാവരും, വലിയൊരു കാണികളുടെ ആവേശം മത്സരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം മത്സരത്തെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു വലിയ മത്സരത്തിന്റെ എല്ലാ ആ ഒരു സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു മത്സരത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും മികച്ച ബൗളിംഗ് നിരയും ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരയും തമ്മിലുള്ളൊരു പോരാട്ടമാണ് ഇതെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ടീമാണ് പാകിസ്ഥാന്റേത്. അവർ 31 വിക്കറ്റുകൾ വീഴ്ത്തി. അസ്ഹർ അലി 10 വിക്കറ്റുമായിട്ട് വിക്കറ്റ് വേട്ടയിൽ മുന്നിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ജുനൈദ് ഖാൻ 7 വിക്കറ്റുമായിട്ട് മികച്ച പെർഫോമൻസുമായി നിൽക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ബൗളിംഗിൽ പാകിസ്ഥാൻ ഒരു മികച്ച ടീം തന്നെയാണ്. മറുവശത്ത് ഇന്ത്യ ആവട്ടെ പതിവ് പോലെ ബാറ്റിംഗ് കരുത്തിൽ തന്നെയായിരുന്നു ഇത്തവണയും ഫൈനലിലേക്ക് കുതിച്ചെത്തിയത്. രോഹിത് ശർമ്മയുടെയും ശിഖർ ധവാന്റെയും വിരാട് കോഹ്ലിയുടെയും ബാറ്റിംഗ് തന്നെയാണ് പ്രധാനമായിട്ടും ഇന്ത്യക്ക് കരുത്തായത്. നിർണായക മത്സരത്തിൽ യുവരാജ് സിംഗും മഹേന്ദ്ര സിംഗ് ധോണിയും തങ്ങളുടെ ഫോം വീണ്ടെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തന്റെ ബാറ്റിംഗ് നിര ഏത് മികച്ച സ്കോർ നേടിയാലും അതിനെ അടിച്ച് മറികടക്കാൻ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് കഴിയും എന്ന വിരാട് കോഹ്ലിയുടെ വിശ്വാസം കൂടി ഈ ഒരു മത്സരത്തിന്റെ രണ്ടാമത് ബാറ്റിംഗ് തെരഞ്ഞെടുത്തതിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പാകിസ്ഥാന്റെ ടീം ഇങ്ങനെയാണ്: അസ്ഹർ അലി നായകൻ, ഒപ്പം തന്നെ ഫഖർ സമാൻ, ബാബർ അസം, മുഹമ്മദ് ഹഫീസ്, ഷോയിബ് മാലിക്, സർഫറാസ് അഹമ്മദ്, ഇമാദ് വസീം, ഒപ്പം മുഹമ്മദ് ആമീർ, ഷാദാബ് ഖാൻ, ഹസൻ അലി, ജുനൈദ് ഖാൻ എന്നിങ്ങനെയാണ് അവരുടെ ഒരു ടീം ലൈനപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ICC ടൂർണമെന്റിലെ ഇന്ത്യയുടെ ആധിപത്യം തന്നെയാണ് പാകിസ്ഥാനെതിരെ. 13 തവണ വിവിധ ICC ടൂർണമെന്റുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ അതിൽ 2 തവണ മാത്രമാണ് പാകിസ്ഥാൻ വിജയിക്കാനായത്. പക്ഷേ ആ 2 തവണ പാകിസ്ഥാൻ വിജയിച്ചതും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ ആദ്യമായിട്ട് പാകിസ്ഥാനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ തോൽപ്പിക്കുന്നത് ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിലായിരുന്നു. അന്ന് 124 റൺസിന് ഇന്ത്യ പാകിസ്ഥാനെ മഴ നിയമത്തിൽ മറികടക്കുകയായിരുന്നു. പക്ഷേ ആ മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ ഓരോ കളിയിലും ഇന്ത്യയും പാകിസ്ഥാനും മികച്ച രീതിയിൽ തന്നെയാണ് മുന്നേറിയത്. എങ്കിൽ പോലും പാകിസ്ഥാൻ ആദ്യത്തെ തോൽവിക്ക് ശേഷം ശക്തമായിട്ടാണ് തിരിച്ചു വന്നത്. അവർ പിന്നീട് ദക്ഷിണാഫ്രിക്കയും ശ്രീലങ്കയും സെമിയിൽ ഹോട്ട് ഫേവറേറ്റുകളായ ഇംഗ്ലണ്ടിനെയും ബൗളിംഗ് കരുത്തിൽ മറികടന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറുവശത്ത് ഇന്ത്യ ആദ്യ കളിയിൽ പാകിസ്ഥാനോട് ജയിച്ചു. പക്ഷേ രണ്ടാം കളിയിൽ ശ്രീലങ്കയോട് തോറ്റു. പിന്നീട് ദക്ഷിണാഫ്രിക്കയെ തകർത്തു. സെമിയിൽ ബംഗ്ലാദേശിനെ മറികടന്ന് ഫൈനലിലേക്ക് മുന്നേറി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ 2 ടീമുകൾ ഏകദേശം തുല്യനിലയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. എങ്കിൽ പോലും ഈ പാകിസ്ഥാന്റെ ഫൈനൽ പ്രവേശനം വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ എന്നും കാണിക്കാറുള്ള അസ്ഥിരത അത് ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ മത്സരങ്ങളിലും പാകിസ്ഥാൻ നിലനിർത്തി. അത് ശ്രീലങ്കയ്ക്കെതിരായ മത്സരം തന്നെ എടുക്കാം. പല ഘട്ടങ്ങളിലും തോൽവിയിലേക്ക് പോയതിനു ശേഷം ഒരു അപ്രതീക്ഷിതമായ പ്രകടനങ്ങൾ പുറത്തെടുത്ത് തിരികെ കളിയിലേക്ക് മടങ്ങി വന്ന് ജയം സ്വന്തമാക്കിയ ഒരു ടീം കൂടിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അവരുടെ അസ്ഥിരതയിലെ ആ ഒരു സ്ഥിരത അവർ നിലനിർത്തി എന്ന് തന്നെ പറയാം. ഈ ICC ടൂർണമെന്റുകളിലെ ആധിപത്യമാണ് ഇന്ത്യക്ക് ഇവിടെ നൽകുന്ന, ചരിത്രം നൽകുന്ന ഒരു ആധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ അത് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അത് എത്രമാത്രം അത് നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമാണ് കാണാൻ കഴിയുക. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ICCയുടെ ഒരു ലോകവേദിയുടെ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ആദ്യ 2020 ഫൈനലിൽ
2007 അവസാനം ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. അന്ന് ശ്രീശാന്ത് എടുത്ത ക്യാച്ചിൽ മിസ്ബാ ഉൾ ഹക്കിനെ പുറത്താക്കിയ ക്യാച്ചിന്റെ മികവിൽ ഇന്ത്യ ലോക കിരീടം നേടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം സക്സസീവ് വിൻസ് എന്ന ഉത്തരവാദിത്വം, അതായത് കിരീടം നിലനിർത്തുക എന്നൊരു വലിയ ഉത്തരവാദിത്വം ഇന്ത്യയെ കാത്തിരിപ്പുണ്ട്. 2013 ഇതേ വേദിയിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് ഇന്ത്യ കിരീടം നേടിയിരുന്നു. ഇത്തവണ ഫൈനലിൽ ഒരുപക്ഷെ ക്രിക്കറ്റ് ലോകവും ലോകത്തെ എല്ലാ കായിക വിനോദങ്ങളും എടുത്താലും ഇത്രയധികം വീറും വാശിയുമുള്ള ഒരു പോരാട്ടം ലോക മറ്റു കളികളുമൊക്കെ ആയിട്ട് ചേർത്ത് വായിച്ചാൽ പോലും 6ാം സ്ഥാനത്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു കുടിവൈരവും അവരുടെ ഒരു പോരാട്ടത്തിന്റെ ആവേശവും ഒക്കെ നിലനിൽക്കുന്നത്. 2014 ലോകകപ്പിന്റെ ഫൈനലിനോളം ഉള്ള ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിനോളം ഉള്ള അത്രയധികം ആവേശത്തോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളികൾ ആരാധകർ കാണുന്നതെന്നാണ് ലോകത്തെ പല കായിക വെബ്സൈറ്റുകളും നടത്തിയ സർവേയിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശത്തോടെയാണ് ഈ ഒരു മത്സരത്തെ എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ത്യ ടോസ് നേടിയ ഇന്ത്യ അവരെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഫസ്റ്റ് ഒരു സീം ബൗളിങ്ങിന് കുറച്ചൊക്കെ അനുകൂലമായൊരു പിച്ചാണ് ഈ ഓവലിലേത്. അതുകൊണ്ട് തന്നെ ആദ്യം ബൗൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ സീമിന്റെ ഒക്കെ സാഹചര്യം മുതലെടുക്കാൻ കഴിയുമെന്ന വിരാട് കോഹ്ലിയുടെ ഒരു ചിന്ത കൂടി അതിലുണ്ട്. മറ്റൊന്ന് തന്റെ ബാറ്റിംഗ് നിരയിലുള്ള മികച്ചൊരു വിശ്വാസവും ഉണ്ട്. ഇന്ത്യൻ ബൗളർമാർ ജംസ്പ്രീത് ബുംറയും പ്രത്യേകിച്ചും ഭുവനേശ്വർ കുമാറും ഈ വേഗം കുറഞ്ഞ പന്തുകളിലൂടെ സ്വിംഗ് മുതലാക്കി ബാറ്റ്സ്മാൻമാരെ പരീക്ഷിക്കാൻ കെൽപ്പുള്ള ബോളർമാരാണ്. മറ്റൊന്ന് ചേഞ്ച് ബോളറായിരുന്ന ഹാർദിക് പാണ്ഡ്യയും ഇതേ രീതിയിൽ തന്നെ ബൗൾ ചെയ്യാൻ കഴിവുള്ള ഒരു ബോളിംഗ് നിര തന്നെ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഇത്തവണ ടോസ് നേടിയിട്ടും നാണയത്തിന്റെ ഭാഗ്യം കിട്ടിയിട്ടും ആദ്യം ബൗൾ ചെയ്യാൻ ക്യാപ്റ്റൻ കോഹ്ലി തീരുമാനിച്ചത്. അരുൺ മനുവാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനം. ഇത് സംബന്ധിച്ച ശുപാർശ റേഞ്ച് IG DGPക്ക് കൈമാറി. അതേസമയം ഇക്കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനം നാളെ ഉണ്ടാകും. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ പെൺകുട്ടി പുതിയ വെളിപ്പെടുത്തലുമായി വന്ന സാഹചര്യത്തിലും നിലവിലെ അന്വേഷണ സംഘം കേസന്വേഷണം തൃപ്തികരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന പരാതിയും പ്രതിഭാഗം അഭിഭാഷകൻ എഴുതിയ കത്തും പിന്നാലെ വന്ന ടെലിഫോൺ സംഭാഷണവും വെളിപ്പെടുത്തലുകളും ഒപ്പം പരിഗണിക്കുന്നുണ്ട്. അന്വേഷണം കൈമാറുന്നതിനുള്ള ശുപാർശ തിരുവനന്തപുരം റേഞ്ച് IG DGPക്ക് കൈമാറി. കോടതിയിൽ ഹാജരാക്കിയ കത്തും ടെലിഫോൺ സംഭാഷണവും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കും. പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് മൊഴിമാറ്റുന്ന സാഹചര്യത്തിൽ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റിനും പോളിഗ്രാഫ് ടെസ്റ്റിനും വിധേയമാക്കണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. അന്വേഷണം കൈമാറുന്നത് സംബന്ധിച്ച തീരുമാനം നാളെയുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിച്ച ഇന്നലെ 10 പേർ മരിച്ചു. തിരുവനന്തപുരം നേമത്ത് 8 വയസ്സുകാരനും പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഒരു സൈനികനും മരിച്ചു. ശനിയാഴ്ച മാത്രം സംസ്ഥാനത്ത് 11,873 പേർ പകർച്ചപ്പനിക്ക് ചികിത്സ തേടിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ശനിയാഴ്ച മാത്രം 138 പേരാണ് ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടിയത്. തിരുവനന്തപുരം ജില്ലയിൽ 70 പേർക്ക് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പനിയും മറ്റ് പകർച്ചവ്യാധികളും വ്യാപിക്കുന്നത് തടയാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പൊതുജന സഹകരണത്തോടെ സർക്കാർ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാൽ അതിൽ പൂർണ്ണ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യമാണ് പകർച്ചപ്പനി വ്യാപിക്കാൻ ഇടയാക്കുന്നത്. പനി വ്യാപിക്കുന്നത് തടയാനും രോഗം ബാധിച്ചവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനും സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടർന്നു പിടിക്കുന്നത് തടയുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ പകർച്ചപ്പനി തടയുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. പനി വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലും ഡെങ്കി ഉൾപ്പെടെയുള്ള പനി ബാധിച്ച നിരവധി പേർ മരണമടയുന്ന സാഹചര്യത്തിലുമാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ക്ലിഫ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വൻ വീഴ്ചയുണ്ടായി. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, മരുന്നുമില്ല തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇന്ന് തന്നെ അദ്ദേഹം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കാം. 2 ദിവസത്തേക്ക് അദ്ദേഹം ഇവിടെ ഉണ്ടാവില്ല, ഹൈദരാബാദിൽ പോവുകയാണ്. അതിനു മുമ്പ് ആരോഗ്യമന്ത്രിയുമായും
ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായും നേരിട്ട് സംസാരിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മെട്രോ റെയിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് പ്രതിഷേധമുണ്ട്. കുമ്മനം രാജശേഖരന്റെ മെട്രോ യാത്രയിൽ വിവാദത്തിനില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ക്ലിഫ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെത്തി പനി ബാധിതരെയും സന്ദർശിച്ചു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭിന്നശേഷി കുട്ടികളും അഗതി മന്ദിരത്തിലെ അന്തേവാസികളും മെട്രോ നിർമ്മാണത്തിൽ പങ്കാളികളായ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി കൊച്ചി മെട്രോ യാത്ര ആരംഭിച്ചു. ആരോഗ്യമന്ത്രി കെ ശൈലജയും ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മെട്രോയിൽ യാത്രയ്ക്ക് അവസരം ലഭിച്ചത്. പൊതുജനങ്ങൾക്കായി കൊച്ചി മെട്രോ നാളെ മുതൽ സർവീസ് ആരംഭിക്കും. കോഴിക്കോട് മുഖവൂരിൽ പാചകവാതക ടാങ്കർ ലോറി മറിഞ്ഞു. പാചകവാതകം ചോരാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പുലർച്ചെ 3 മണിയോടെയാണ് വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസിൽ മൊകവൂരിൽ പാചകവാതക ടാങ്കർ ലോറി മറിഞ്ഞത്. മംഗലാപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന കാറിൽ ഇടിച്ചതിന് ശേഷം വെട്ടിക്കുന്നതിനിടെ ടാങ്കർ മറിയുകയായിരുന്നു. പാചകവാതകം ചോരാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവം 3 മണിക്കാണ് നടന്നത്. വണ്ടി ഭയങ്കര സ്പീഡിലായിരുന്നു ടാങ്കർ ലോറി. അത് നേരെ കാറിനെ ഇടിച്ചിട്ട് ആ സ്പീഡിൽ തന്നെ വണ്ടി മറിയുകയും ചെയ്തു. ഡ്രൈവർക്ക് കൂടുതലായി പരിക്കൊന്നുമില്ല. പിന്നെ കൃത്യസമയത്തിന് പോലീസും നാട്ടുകാരൊക്കെ വന്നിരുന്നു. നമ്മുടെ എന്താ പറയുക, വലിയൊരു അപകടമാണ് ഇപ്പോൾ ഇവിടെ കഴിച്ചിലായത്. അപകടം നടന്ന ഉടൻ ഫയർഫോഴ്സും പോലീസ് സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ജില്ലാ കളക്ടർ UV ജോസ്, MK രാഘവൻ MP, IOC അധികൃതർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ലോറി ഉയർത്തിയതിനു ശേഷം ഗ്യാസ് നിറച്ച ക്യാപ്സൂൾ IOCയുടെ മറ്റൊരു ക്യാബിനിലേക്ക് മാറ്റി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. അപകടത്തെ തുടർന്ന് ബൈപ്പാസിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേതന വർധനവ് ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സർക്കാർ ആശുപത്രികളിലേതിന് തുല്യമായ ശമ്പളം നൽകാനും വിവിധ കമ്മീഷനുകൾ നിർദ്ദേശിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും മാനേജ്മെന്റുകൾ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സമരം. അത്യാഹിത വിഭാഗത്തിലുള്ളവർ ഒഴികെ മറ്റെല്ലാ നഴ്സുമാരും പണിമുടക്കിൽ പങ്കെടുക്കും. മുൻകാല സമരങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വിവിധ കമ്മീഷനുകൾ നിർദ്ദേശിച്ച നിബന്ധനകൾ ആശുപത്രി മാനേജ്മെന്റുകൾ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനു പുറമെ ജോലിക്കനുസരിച്ചുള്ള വേതനമെന്ന അടിസ്ഥാന ആവശ്യത്തെയും അംഗീകരിക്കാതെ വന്നതോടെയാണ് നഴ്സുമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. പ്രതിഷേധത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ശക്തി കേന്ദ്രമായ തൃശൂർ ജില്ലയിൽ പണിമുടക്ക് ആരംഭിക്കും. സ്വകാര്യ മെഡിക്കൽ കോളേജുകളടക്കം ജില്ലയിലെ 44 ആശുപത്രികളിലാണ് സമരം. രോഗികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് പൊതു സമൂഹത്തിന് നഴ്സിംഗ് മേഖല ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയാണെന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 27 വരെ ആശുപത്രികളിൽ ഏറ്റവും മിനിമം സ്റ്റാഫിനെ നൽകിക്കൊണ്ട് മറ്റുള്ളവരാണ് സമരത്തിലേക്ക് ഇറങ്ങുക. 5000-ലധികം നഴ്സുമാരാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ മുടങ്ങാതിരിക്കാൻ ചുരുക്കം നഴ്സുമാർ ജോലിക്കെത്തും. ഇവർ ഈ ദിവസങ്ങളിലെ ശമ്പളം വാങ്ങാതെയാണ് പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നത്. ഈ മാസം 27 നടക്കുന്ന യോഗത്തിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ 180ഓളം ആശുപത്രികളിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് UNAയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉപരോധങ്ങളെ മറികടക്കാൻ ഇന്ത്യയിൽ നിന്നും കടൽ മാർഗം ചരക്കുകൾ എത്തിക്കാനുള്ള സാധ്യത ഖത്തർ പരിശോധിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനായി ദ്രുതഗതിയിലുള്ള നടപടികളാണ് ഖത്തർ ഭരണകൂടം സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ കിഴക്ക് പടിഞ്ഞാറ് തുറമുഖങ്ങളിൽ നിന്നുള്ള ചരക്കുകളും തെക്ക് കിഴക്കനേഷ്യ, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചരക്കുകളും മുദ്ര തുറമുഖത്ത് സ്വീകരിച്ചു. ആഴ്ചയിൽ വെള്ളിയാഴ്ച ഖത്തർ ഹമദ് തുറമുഖത്ത് 710 കണ്ടെയ്നറുകളാണ് എത്തിച്ചേരുക. പ്രാദേശികമായ വിപണികളെ ഊർജിതമാക്കാനാണ് മേഖലയിലെ ശക്തമായ വ്യാപാര കേന്ദ്രമായി ഹമദ് തുറമുഖത്തെ മാറ്റാനാണ് ഒമാനിലെ സൊഹർ തുറമുഖത്തു നിന്നും കപ്പൽ നേരിട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തെക്ക് കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കും ഹമദ് തുറമുഖത്തു നിന്നും പുതിയ സർവീസുകൾക്ക് തുടക്കമിടുമെന്നും ഹമദ് തുറമുഖം ഡയറക്ടർ ക്യാപ്റ്റൻ അബ്ദുള്ള അസീസ് അലിയാഫി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. നാടും സംസ്ഥാനവും കടന്ന് തളിപ്പറമ്പിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കാരുണ്യഹസ്തം ഉത്തരേന്ത്യയിലേക്ക് നീളുന്നു. ഉത്തർപ്രദേശിലെ നിരാലംബയായ വീട്ടമ്മയുടെ 4 മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ 115 സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യുവാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്.
ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിനിയായ നിരാലംബിയായ ആരതി ശർമ്മ എന്ന വീട്ടമ്മയ്ക്ക് ഇനി ധൈര്യമായി തന്റെ 4 മക്കളെയും വിദ്യാലയങ്ങളിലേക്ക് അയക്കാം. സഹായിക്കാൻ ഇങ്ങ് കേരളത്തിൽ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ 115 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഈ കുടുംബത്തിനൊപ്പമുണ്ട്. 4 മക്കളെ പഠിപ്പിക്കുന്നതിന് പണം കണ്ടെത്താൻ നിവൃത്തിയില്ലാതെ തന്റെ വൃക്ക വിൽക്കാൻ തയ്യാറാണെന്ന് ആരതി ശർമ്മ പത്രങ്ങളിൽ നൽകിയ പരസ്യം മാധ്യമങ്ങൾ വലിയ പ്രചാരണമാണ് നൽകിയത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യു ഈ കുടുംബത്തെ സഹായിക്കാൻ തന്റെ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചത്. സഹായനിധി ശേഖരണത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്കൂളുകളിൽ കാരുണ്യപ്പെട്ടികൾ സ്ഥാപിച്ചു വരികയാണ്. കുട്ടികൾ നൽകുന്ന സംഭാവനകൾ സമാഹരിച്ച് ആരതി ശർമ്മയ്ക്ക് അയച്ചു നൽകും. ഇങ്ങനെയൊരു സഹായം ലഭ്യമാക്കുന്നതിൽ ആരതി ശർമ്മയും നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്ന് ചിന്തിക്കാനിടയായത് കുട്ടികളുടെ മനസ്സിൽ കരുണയുണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, അവരെപ്പോലെ തന്നെ മറ്റേതൊരു സംസ്ഥാനത്തായാലും തങ്ങളുടെ സഹോദരങ്ങളാണ്, കുഞ്ഞനുജന്മാരും അനുജത്തിമാരുമാണ് എന്ന ഒരു മനസ്സ് അവർക്കുണ്ടാവാനും ഈ പ്രവൃത്തി ഉതകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് അവർ കൂടുതൽ നന്നായി പഠിക്കുന്നതിനും ഭാവിയിൽ ഉയർന്ന നിലകളിൽ എത്തിച്ചേരുന്നതിന് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത്തരമൊരു പ്രവൃത്തി കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സഹായ സമാഹരണത്തിന്റെ മണ്ഡലംതല ഉദ്ഘാടനം കുറ്റിയേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇനി ഖുർആൻ വചനങ്ങൾ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. അല്ലാഹു തആല പറയാം, വഅൻഫിഖൂ മിമ്മാ റസഖനാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം വരുന്നതിന് മുമ്പ്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അടുത്ത നിമിഷം വരേക്ക് പടച്ചവനെ എന്നെ ഒന്ന് പിന്തിച്ചുകൊണ്ട എൻ്റെ ജീവിതം കുറച്ചുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം നൽകേ എന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക.